ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായല്ലേ. നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുമോ? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഏ എല്ലാവർക്കും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന ഇല്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം സന്തോഷം എന്നുള്ളത് ഓരോരുത്തരുടെയും ഭാവനയിൽ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്കുള്ളതും നമുക്കെല്ലാം ഉണ്ടാവുക, പണമായാലും പദവിയായാലും നല്ല ഡ്രസ്സാണെങ്കിലും, അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പോകാൻ പറ്റി അപ്പം തന്നെ ട്രാവൽ ചെയ്യാൻ പോകണം. എനിക്ക് സിനിമയ്ക്ക് വേണമെങ്കിൽ അപ്പം സിനിമയ്ക്ക് വേണം, എനിക്ക് ഇന്ന ഫുഡ് കഴിക്കണം, അപ്പം കഴിക്കണം. ഇതൊക്കെയാണല്ലോ ഹാപ്പി എന്ന് പറയുന്നത് നമ്മുടെ, അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, അല്ലേ? നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ആണോ? നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആണോ? സന്തോഷമാണോ? എല്ലാം ഉണ്ട് നമുക്ക്. പണമുണ്ട്, പ്രതാപമുണ്ട്, നല്ല മക്കളാണ്, നല്ല ഭർത്താവാണ്, നല്ല വീടുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ജോലിക്കാരുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ഹാപ്പിയാണോ? ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് ഹാപ്പി അല്ല. എന്തുകൊണ്ടാണ്? എന്താണെന്നറിയില്ല, സന്തോഷമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒരു സന്തോഷമില്ല. എന്താ സന്തോഷമില്ലാത്തത്? നമുക്കിതെല്ലാം ഇല്ലേ? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ സന്തോഷിക്കുന്നില്ലേ? രോഗമുള്ള ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട്. പണം ഇല്ലെങ്കിൽ, പ്രതാപം ഇല്ലെങ്കിൽ, നല്ല വീടില്ലെങ്കിൽ, അവരുടെ ആ കൊച്ചു ലോകത്തെ അവർ സന്തോഷവാന്മാരാണ്, അല്ലേ? എന്നാലും അവർക്ക് കുറേ ദുഃഖങ്ങളുണ്ടാവും. എന്നാലും ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാൻ ആർക്കൊക്കെ സാധിക്കും? അങ്ങനെ പറയാൻ എല്ലാവർക്കും സാധിക്കുമോ? അങ്ങനെ പറയാൻ എല്ലാവർക്കും സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സന്തോഷമാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് സന്തോഷമില്ലാത്ത ദിവസമില്ല. ഇന്ന് ഹാപ്പിയാണ്. എന്നാൽ അവളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാവില്ല, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, പിന്നെ നല്ലൊരു വീടുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ രോഗാവസ്ഥയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നാലും അവർ പറയുകയാണ് ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? സന്തോഷം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് സ്വയമേ അത് മേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് ഈ സന്തോഷം. സന്തോഷം ഉണ്ടാക്കാനും സന്തോഷം ഇല്ലാതാക്കാനും സാധിക്കുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമാണ്. നമ്മൾ വിചാരിച്ചാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ചാലേ നമുക്ക് ആ സന്തോഷം ഉണ്ടാക്കാനും പറ്റുള്ളൂ. നമുക്ക് വിചാരിക്കാം എപ്പോഴും സാഡായിട്ടിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആർത്ത് ആലോചിച്ച് ദുഃഖിച്ച് വിഷമിച്ച്, എനിക്ക് അതില്ലല്ലോ, എനിക്ക് ഇതില്ലല്ലോ, ഞാൻ എന്താണ് ഇങ്ങനെ, എത്ര നാളായി ഞാൻ ആ ഭക്ഷണം കഴിച്ചിട്ട്, എത്ര നാളായി ഞാനവിടെ പോയിട്ട്, അല്ലേ? എന്തൊരു കഷ്ടമുണ്ട്. അവരൊക്കെ എത്ര ഭംഗിയിലാണ് ജീവിക്കണത്. അവരൊക്കെ എന്തോ റീൽസാണ് ഇടുന്നത്. അവരൊക്കെ എപ്പോഴും സന്തോഷമാണ്. ഇങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. എല്ലാവരും ചിന്തിക്കും അവരവിടെ പോയി, അവരിവിടെ പോയി. എന്താ നമുക്ക് പോകാൻ പാടില്ലേ? ഞങ്ങളുടെ അടുത്ത് കാശൊന്നുമില്ല പോകാൻ. അവർക്ക് എപ്പോഴും പോകാൻ കാശുണ്ട്. ഇതാ പറയാം, നമുക്ക് പൈസയൊന്നുമില്ല, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ. സന്തോഷം ഉണ്ടാക്കാനേ പാവപ്പെട്ടവൻ പണക്കാരൻ അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ള ആൾ അങ്ങനെയൊന്നുമില്ല. സന്തോഷം വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എവിടെ ആയിരിക്കുന്നോ അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തണം. നല്ലൊരു സിനിമ കണ്ടാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും, നല്ലൊരു പാട്ട് കേട്ടാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. നല്ലോണം ഒന്ന് അണിഞ്ഞൊരുങ്ങി നിന്ന് നമ്മളെ തന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നീ നല്ല സുന്ദരിയാണ്ടാ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. 10 പേര് പറഞ്ഞാൽ കൂടുതൽ സന്തോഷം, അല്ലേ? നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലേ നമുക്ക് സന്തോഷം വരുള്ളൂ. ഒരു കഥയുണ്ട, ഞാൻ റീൽസ് കണ്ടാണേ. ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യനോട് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ഭാര്യനോട് ചോദിക്കുന്നതാണ്, ഇദ്ദേഹം നിങ്ങളെപ്പോഴും സന്തോഷിപ്പിക്കാറുണ്ടോ? എപ്പോഴും സന്തോഷമായിട്ട് വെക്കാറുണ്ടോ? അപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ തൻ്റെ ഭാര്യ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് എല്ലാം മേടിച്ചു കൊടുക്കും, എന്തും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഈ ഒരു മനുഷ്യൻ. അപ്പോൾ ഇയാൾ വിചാരിക്കണം എന്തെന്നാണ്, എൻ്റെ ഭാര്യ പറയും
എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കാൻ എല്ലാം ചെയ്യും എന്ന് പറയുമെന്നാണ് ഇയാൾ വിചാരിക്കണത്. പക്ഷേ ഈ ഭാര്യ പറയും, അദ്ദേഹം എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാറുണ്ട്, എനിക്ക് വേണ്ടി എന്തും അദ്ദേഹം ചെയ്യും. പക്ഷേ എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടണം. അതാണ് ഉത്തരം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ പലതും ചെയ്യും അല്ലേ, പല കാര്യങ്ങളും ചെയ്യും. അവർ വിചാരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവർക്ക് ഈ സന്തോഷം ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മളെ സന്തോഷിപ്പിക്കാൻ 100 പേര് ചുറ്റുണ്ടാവും. സന്തോഷിപ്പിക്കാനല്ലേ പറ്റുള്ളൂ. ഇവർ സന്തോഷിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയില്ലല്ലോ. അവരെന്ത് ചെയ്താലും നമ്മളെന്ത് ചെയ്യും, ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഈ സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ടോ, ഇവർ ചെയ്യുന്നതിനെല്ലാം ഞാൻ ആപ്റ്റാണോ, ഞാൻ ഈ സന്തോഷം ഞാൻ അംഗീകരിക്കുന്നുണ്ടോ. അത് അംഗീകരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ സ്നേഹിക്കുക, സന്തോഷം പുറകെ വന്നോളൂ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും സന്തോഷിക്കുക, എപ്പോഴും ചിരിക്കുക, എപ്പോഴും സ്വയം ഐ ആം ദ ബെസ്റ്റ്, ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്, ഐ ആം ദ ബെസ്റ്റ് വുമൺ, ഞാൻ ഏറ്റവും നല്ല മനുഷ്യനാണ്, ഞാൻ എല്ലാവരും സ്നേഹിക്കപ്പെടുന്നവരാണ്, ഞാൻ എല്ലാവരായും സ്നേഹിക്കപ്പെടുന്നു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള വ്യക്തി ഞാനായിത്തീരും. താങ്ക് യു.